ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അടുത്തൊരായുധവും പൊളിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ നടന്ന SFI മാർച്ചിനിടയിൽ ബ്ലേഡ് കൊണ്ട് സമരക്കാരെ ആക്രമിച്ചു എന്ന പോലീസിനെതിരെയുള്ള വാദവും ഇന്ന് പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കോൺഗ്രസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. പോലീസുകാർ ബ്ലേഡ് ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന SFI ആരോപണവും വ്യാജ്യം. ഷർട്ട് കീറാതെ ഷർട്ടിനുള്ളിലെ ശരീരത്തിൽ മാത്രം മുറിവുണ്ടാക്കുന്ന ആ പ്രത്യേകതരം ബ്ലേഡിനെ പറ്റി പോലീസ് അന്വേഷിച്ചു. ബ്ലേഡ് കൊണ്ടുവന്നത് SFI നേതാവെന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെ അതും ബുദാഹവ ബ്ലഡ് സലാം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റും ഒരു പിക്ചറും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടിയിൽ ധാരാളം കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. അതും ഒന്ന് വായിച്ചു നോക്കാം. ഒരു കമൻറ്റ് SFI സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ല എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷേവിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ്, ഫെഡറേഷൻ ഓഫ് ഗോവിന്ദ. സഹപ്രവർത്തകൻ്റെ ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആ കുറ്റം പോലീസിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയ SFI എന്ന സംഘടന തീവ്രവാദ സംഘടനയേക്കാൾ ഭീകരമാണ്. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം, ആശയരാഷ്ട്രീയം ജയിക്കണം. എത്ര കളിച്ചിട്ടും അങ്ങ് ഒക്കുന്നില്ല. ഇനി അടുത്തത് എന്താണാവോ? ആദ്യ കലക്കവെള്ളത്തിൽ തന്നെ നിന്ന് മീൻ പിടിക്കാൻ നോക്കി, അത് 3G. അപ്പോൾ അടുത്തത് ബ്ലേഡ്, അതും 3G. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കമൻറ്റുകളാണ് ഇതിന് താഴെ കാണുന്നത്. അപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ദൈവമേ കുറച്ച് മാസങ്ങളായിട്ടുള്ള ഇവരുടെ ഗതി. ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് ഉടൻ തന്നെ ഈ ബ്ലേഡ് കൊണ്ടുവന്ന SFIക്കാരനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. സ്വയം പല്ലിനട കുത്തി നാറുന്ന പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കം. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഇതിനു മുമ്പ് തന്നെ ഈ പോസ്റ്റ് നാട്ടുകാരുടെ ഇടയിൽ ഇട്ട് വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനോടകം തന്നെ രാഹുൽ പോസ്റ്റ് കാണുകയും ഈ പ്രവൃത്തിക്കെതിരെയുള്ള മറുപടികൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.